ഒരു മിക്സിയുടെ ജാറിലോട്ട് അരിഞ്ഞ പാലക്ക്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മുടെ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതൊരെണ്ണം ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇനി മല്ലിയില, പുതിനയില, പിന്നെ ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ച് ദാണ്ടെ ഇതുപോലെ ഒന്ന് മാറ്റി വെക്കണേ. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നെയ്യ് ആഡ് ചെയ്യാം. വെളിച്ചെണ്ണയോ ബട്ടറോ എന്താച്ചാൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് ഇതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഒരല്പം തക്കാളി അതും ചേർത്തിട്ട് അതും ഒന്ന് വഴറ്റിയെടുത്തിട്ടേ ഇനി അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാരറ്റും കുറച്ച് പച്ചപ്പട്ടാണിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് അരച്ച മിക്സും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റി തിളച്ച് ഒന്ന് വറ്റി വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ഗരം മസാലയും ചേർക്കണം. ഗരം മസാല ഇല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്താലും മതി. ചേർത്ത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിൽ വെള്ളം ചേർത്തിട്ട് ഇനി അതിലേക്ക് കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി അടച്ച് വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുത്താൽ നല്ല അടിപൊളി പാലക്ക് റൈസ് റെഡി ആയിടോ. ഇനി ഇത് അങ്ങോട്ട് പ്ലേറ്റിലോട്ട് വെച്ചിട്ട് അങ്ങോട്ട് അതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ, പൊട്ടറ്റോ ഫ്രൈ വേണമെന്ന് തന്നെ ഇല്ല, ഉണ്ടെങ്കിൽ നല്ലത്. ഇങ്ങനെ അങ്ങോട്ട് കഴിക്കണം. പൊളി ടേസ്റ്റാണ്. ട്രൈ ആക്കിക്കോ.